നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. IPL താരലേലമൊക്കെ കഴിഞ്ഞു. 2025 IPLനുള്ള എല്ലാ സ്ക്വാഡുകളും സെറ്റായി കഴിഞ്ഞു. അപ്പോൾ ഇന്നലത്തെ താരലേലത്തിന് ശേഷം ഓരോ സ്ക്വാഡിലും ഏതൊക്കെ താരങ്ങളാണുള്ളത്, എത്ര താരങ്ങളുണ്ട്, എത്ര തുക ചെലവഴിച്ചു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു വീഡിയോ സീരീസ് നമ്മൾ ആരംഭിച്ചിട്ട് അതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണിത്. ഇതിൽ നമ്മൾ സംസാരിക്കുന്നത് CSK കുറിച്ചാണ്. സ്ക്വാഡിൻ്റെ സ്ട്രെങ്ത്, വീക്ക്നെസ്, പ്രോബിൾ ലൈനപ്പ് ഏതായിരിക്കും, ഇതൊക്കെ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അത് മറ്റൊരു വീഡിയോ സീരീസിൽ ചെയ്യാം. ഇപ്പോൾ നമ്മൾ സ്ക്വാഡ് പരിചയപ്പെടുത്തുക മാത്രമാണ് ഈ വീഡിയോ സീരീസിൽ ചെയ്യുന്നത്. സോ CSKയുടെ കാര്യത്തിൽ 25 താരങ്ങളെയും അവർ എടുത്തു കഴിഞ്ഞു. മാക്സിമം സ്ക്വാഡിൽ ഉൾപ്പെടുത്താവുന്ന താരങ്ങളുടെ എണ്ണമാണത്. മിനിമം 18, മാക്സിമം 25 താരങ്ങളുമാണ് IPL സ്ക്വാഡ് സൈസ് എന്ന് പറയുന്നത്. സോ മാക്സിമം 25 താരങ്ങളെയും അവർ സ്ക്വാഡിൽ എടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി അവർ ചെലവാക്കിയ തുക 119.95 കോടിയാണ്. അതായത് 5 ലക്ഷം പേഴ്സിൽ ബാക്കിയുണ്ട് എന്നർത്ഥം. അതുകൊണ്ട് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല. അതിൽ 119.95 കോടി ചെലവഴിച്ച് 25 അംഗ സ്ക്വാഡ് തന്നെ അവർ വിളിച്ചെടുത്തിട്ടുണ്ട്. സോ ആരൊക്കെയാണ് സ്ക്വാഡിലുള്ളതെന്ന് നോക്കാം. രുദ്രാജ് ഗെയ്ക്വാദ്, രവീന്ദ്ര ജഡേജ, മതീഷ പതിരാന, ശിവൻ ദ്യൂബെ, MS ധോനി, ഈ താരങ്ങളെ അവർ നേരത്തെ തന്നെ റീറ്റെയിൻ ചെയ്തവരാണ്. ബാക്കി താരങ്ങളെയാണ് വിളിച്ചെടുത്തത്. അതിൽ ഡെവൻ കോൺവോയെ വിളിച്ചെടുത്തു എന്ന് പറയുമ്പോൾ അവരുടെ സ്ക്വാഡിൽ തന്നെ ഉണ്ടായിരുന്ന താരമാണ്. അദ്ദേഹത്തെ തിരികെ എത്തിക്കുകയായിരുന്നു. കൂടാതെ രാഹുൽ ത്രിപാഠിയെ വിളിക്കുന്നു. രവി അശ്വിൻ 2015 ശേഷം ആദ്യമായിട്ട് അദ്ദേഹം CSKയുടെ സ്ക്വാഡിലേക്ക് വരികയാണ്. ഹോം കമ്മിങ് ആണ് സംഭവിക്കുന്നത്. സോ ചെന്നൈ ബോയി ആണ്. സോ രവി അശ്വിനെ കൊണ്ടുവന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഖലീൽ അഹമ്മദ് അവരുടെ സ്ക്വാഡിലേക്ക് വന്ന പേസർ ഖലീൽ അഹമ്മദ്. അതോടൊപ്പം നൂർ അഹമ്മദ് വരുന്നു. നൂർ അഹമ്മദ് ചെപ്പോക്കിലെ സ്പിന്നർമാർക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ നൂർ അഹമ്മദ് ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ഇത്തവണത്തെ IPLൽ CSKയ്ക്ക് വേണ്ടി വഹിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത്. കൂടാതെ വിജയ് ശങ്കറെ അവർ സ്ക്വാഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. രജിൻ രവീന്ദ്ര കഴിഞ്ഞ തവണ അവരുടെ സ്ക്വാഡിൽ ഉണ്ടായിരുന്ന താരമാണ്. ന്യൂസിലാൻഡ് താരം രജിൻ രവീന്ദ്രയെ അവർ ഒരിക്കൽ കൂടി സ്ക്വാഡിലേക്ക് എത്തിച്ചിരിക്കുന്നു. കൂടാതെ സാം കരൺ നേരത്തെ അവർക്ക് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ്. ആരാധകർക്ക് വളരെ പ്രിയപ്പെട്ട കളിക്കാരനാണ് ഇംഗ്ലീഷ് ഓൾറൗണ്ടർ സാം കരൺ. അദ്ദേഹത്തെ അവർ സ്ക്വാഡിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കൂടാതെ ഷെയ്ഖ് റഷീദ് ഉണ്ട്, അൻഷുൽ കമ്പോജ്, അതുപോലെ മുകേഷ് ചൗധരി, ദീപക് ഹൂഡ, ഗുർജപ്നീത് സിംഗ്, തമിഴ്നാടിന് വേണ്ടി രഞ്ജി കളിക്കുന്ന താരമാണ് ഗുർജപ്നീത് സിംഗ്. അദ്ദേഹത്തെ ഇത്തവണ അവർ സ്ക്വാഡിലേക്ക് എത്തിക്കുന്നു. നദാൻ എല്ലീസ്, അതോടൊപ്പം തന്നെ ജെയ്മി ഓവേർട്ടൺ, കമലേഷ് നാഗർകോട്ടി, രാമകൃഷ്ണ ഘോഷ്, ശ്രേയസ് ഗോപാല്, വൻസ് ബേദി, ആന്ദ്രെ സിദ്ധാർത്ഥ്. ഇതാണ് CSKയുടെ സ്ക്വാഡ്. എന്തായാലും മുഴുവൻ സ്ലോട്ടുകളും അവർ ഫില്ല് ചെയ്തിട്ടുണ്ട്. ടീമിൻ്റെ കോർ അവിടെ തന്നെയുണ്ട്. പിന്നെ കുറച്ച് ഒന്ന് IPL കരിയർ റിഫ്രഷ് ചെയ്യണം എന്ന തരത്തിലുള്ള ചില താരങ്ങളും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും മികച്ച സ്ക്വാഡ് തന്നെ ഇത്തവണ CSK ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്ന് വേണം പറയാൻ. ബാക്കി വിശദാംശങ്ങളും വിശകലനങ്ങളും ഒക്കെ മറ്റൊരു വീഡിയോയിലാകാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.